നമുക്ക് കുഞ്ഞിനെ കടല് കാണിക്കാം ACP. വേണ്ട, എനിക്കതിനൊന്നും നേരമില്ല. അങ്ങനെ പറയല്ലേ, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. നമുക്കിതാ ആ ബീച്ചിലൊന്ന് പോവാം. കുഞ്ഞിന്റെ പേരും പറഞ്ഞ് നിനക്ക് കടല് കാണാനുള്ള അടവല്ലേ? എനിക്കും കടല് കാണണം. ഒന്ന് നിർത്തോ ACP പ്ലീസ്. നാശം. ഒരു സമാധാനമില്ലാത്ത ജീവിതം, ടെൻഷൻ ഒഴിഞ്ഞ നേരമില്ല. ആ ചെമ്പകമംഗലത്ത് നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരു പോലെ കണ്ണടച്ചിട്ടില്ല. ഒന്ന് ഉറങ്ങിയിട്ട് എത്ര നാളായി. ഒരു ഭാഗത്ത് നമ്മളെ തിരക്കി പോലീസ്, മറുഭാഗത്ത് ആ സ്വാമിനാഥന്റെ ഗുണ്ടകള്. നമ്മൾ എന്ത് ചെയ്യൂടാ? നമ്മൾ എങ്ങനെ ഈ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടും? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? നമ്മൾ എങ്ങോട്ട് പോവും? എന്റെ മൈഥിലി, നീ ഒന്ന് സമാധാനത്തോടെ നിൽക്ക്. എന്തായാലും എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും. നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. എന്നെ കൊണ്ട് പോകുന്നത് വലിയ തെറ്റായിന്ന് നിനക്കിപ്പോ തോന്നുന്നുണ്ടോ? എന്താ മൈഥിലി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് നീ കരുതുന്നുണ്ടോ? നമ്മൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തന്നെയാണ് പോകുന്നത്. പക്ഷേ ആദ്യം ആ മീനാക്ഷി നമ്മളെ ചതിച്ചു. പിന്നെ ആ കൂട്ടക്കളത്തിൻ്റെ അടുത്ത് നമ്മൾ ചെന്നുപെട്ടു. ഓരോ തരം പ്രതിസന്ധികൾ നമ്മളെ തേടി വരുമായിരുന്നു. പക്ഷേ ഇതിനെയൊക്കെ നമ്മൾ തരണം ചെയ്തിരിക്കും. എനിക്കിപ്പോൾ സ്വാമിനാഥൻ്റെ ഗുണ്ടകളോ പോലീസോ ഒന്നും അല്ല പ്രശ്നം. പണമാണ് വേണ്ടത്. അതെങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള മാർഗത്തെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ACP, നമുക്ക് കടലിന്റെ കുറച്ചുകൂടി തീരത്തേക്ക് പോയാലോ? എന്തിനാ? കടലിൽ ചാടാനാണോ? കടലിൽ ചാടിച്ചാകേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടി എന്നുള്ള ഒരേ ഒരു കഷ്ടകാലമേ എനിക്ക് വന്നിട്ടുള്ളൂ. ദാ ഈ കുഞ്ഞിനെ കടല് കാണിക്കണം. കടലും ആനയും എത്ര കണ്ടാലും മതിയാവില്ല. കണ്ടോ എന്റെ മുത്ത്? കണ്ടോ കടല്? കണ്ടോ എന്റെ മുത്ത്? കണ്ടോ ഈ കടൽ തീരം നമ്മളായിട്ട് ഓടിക്കുന്ന കണ്ടോ? നമുക്കും കടലമ്മയെ പറ്റിക്കാം. മീനാക്ഷി, കുഞ്ഞ് കയ്യിലിരിക്കുക. നീ പോയി കടലിലൊന്നും വീഴല്ലേ. ACP പേടിക്കണ്ട. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം. ഇവിടെ വന്ന് നിന്ന് കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതി. എവിടെ സമാധാനം? എടീ, നമ്മുടെ ഈ അവസ്ഥയൊക്കെ മാറിപ്പോകും മൈഥിലി. നീ വിഷമിക്കാതെ. ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ നിൽക്ക്. ഞാൻ പോയി കടല കിട്ടുമോ നോക്കട്ടെ. പതുക്കെ നമുക്കിനിയും അങ്ങോട്ടേക്ക് പോവാം.
ആ വാ. ചതിച്ചോ ദൈവമേ, ദേ കാർത്തിക്. മീനാക്ഷി, മൈഥിലി, എടീ, അയ്യോ ACP. നിക്കാൻ. അയ്യോ നിക്കടി അവിടെ. ACP നിക്ക്. ACP. ഛെ. എവിടെ അവള്? മൈഥിലി കണ്ടു എന്നുള്ളത് ACPയുടെ തോന്നല. എന്റെ തോന്നലൊന്നും അല്ല, ഞാൻ അവളെ കണ്ടത് തന്നെയാ. അവളിവിടെ എവിടെയോ ഉണ്ട്. മനസ്സിൽ നിറയെ മൈഥിലിയാ, അതുകൊണ്ട് കാണുന്നവരൊക്കെ മൈഥിലിയാണെന്ന് തോന്നുന്നേ. അതേടി, എന്റെ മനസ്സ് നിറയെ അവള് തന്നെയാ. രക്തം കുടിക്കുന്ന യക്ഷിയായി അവളെന്നും മനസ്സിൽ കിടന്ന് അലറുക. അവളെ നശിപ്പിച്ചാലേ ഇനിയുള്ള കാലം എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. അവളെ ഞാൻ കൊല്ലും. എന്താ ACP? ഇനി അവൾ ഈ ബീച്ചിലെങ്ങാനും വന്നിട്ടുണ്ടാവോ? ദൈവമേ, കാർത്തി എന്നെ പിടികൂടോ? നന്ദിനി, മോളെ നന്ദിനി, മോളെ. എന്താ അമ്മ വിളിച്ചത്? മോളെ, ഏതു സമയത്ത് ആ മന്ദാകിനിക്കാര് സാരികളുടെ ഓർഡർ തരികയെന്നറിയില്ല. നമ്മള് കൊറേയെങ്കിലും ചെയ്തു വെക്കണ്ടേ? അതമ്മ ചെയ്തു വെക്കാൻ ഉപകരണങ്ങൾ കൂടി വരണ്ടേ? മറ്റു മെറ്റീരിയൽസ് ഒക്കെ വാങ്ങി വെക്കാലോ. ഓ, അത് ശരിയാണല്ലോ. ഉം. ആ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ തന്നെ പോയി സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാം. മോള് പോയി അവര് തന്ന അഡ്വാൻസ് എടുത്തോണ്ട് വാ. ശരി അമ്മ. ഉം. ഇവളെന്താ പതിവില്ലാത്ത വിധം വേഷമൊക്കെ ധരിച്ച് ഒരുമാതിരി മോഡേൺ ലേഡിയെ പോലെ വാനിറ്റി ബാഗും ഒക്കെ ആയി. എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഇവരെന്താ പതിവില്ലാത്തതുപോലെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും അമ്മായിയമ്മയാ. അമ്മായിയമ്മയും കാട്ടുമാക്കാൻ ഒരുപോലെയാ. അമ്മേ, എന്താ ഈ ചെമ്പകമംഗലത്ത്? നിനക്കെന്താ പറ്റിയേ? ഞാൻ പിന്നെ എന്റെ വീട്ടിലല്ലാതെ എങ്ങോട്ട് പോവാനാ? ഐ എം സോറി അമ്മേ. അമ്മേ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടപ്പോ ഞാനൊന്ന് പതറിപ്പോയി. ഇവക്കെന്തോ കാര്യമായ തകരാറുണ്ടല്ലോ. ജഗദീഷിന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയോ? എന്നാ ശരിയമ്മേ, ഞാനൊന്ന് പൊയ്ക്കോട്ടെ. നിക്ക്. ഇതൊരു പോരെയാണല്ലോ. എന്താ അമ്മേ? നീ എങ്ങോട്ടാ ഈ വേഷത്തില്?
ഞാൻ സ്കൂളുകളുടെ കുട്ടികളിലേക്ക് ഏ അല്ലല്ല കുട്ടികളുടെ സ്കൂളിലേക്ക്. അതെന്തിനാ? നീയും പഠിപ്പിക്കാൻ തുടങ്ങിയോ? അതല്ലമ്മേ, PT മീറ്റിംഗ് ഉണ്ട്. എന്താ? പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ മീറ്റിംഗ്. ഞാൻ നിർബന്ധമായിട്ട് ചെല്ലണമെന്ന് ക്ലാസ് ടീച്ചർ പ്രത്യേകം വിളിച്ചു പറഞ്ഞു. അതെന്താ പ്രത്യേകം വിളിച്ചു പറഞ്ഞത്? പിള്ളേര് വല്ല തൊന്തരവും കാണിച്ചോ സ്കൂളില്? അതല്ല, ചെമ്പകമംഗലത്തുകാരെന്ന് വെച്ചാ VIP-കളാണല്ലോ. അതീ വീട്ടിനകത്ത് വട്ടം വരിച്ചു കെട്ടിയിരിക്കുന്ന വടം കണ്ടാലേ മനസ്സിലാവും VIP-കളാണെന്ന്. ഒരു VIP-കൾ. ഉണ്ണികൾക്കറിയില്ലല്ലോ ഊരിലെ പഞ്ഞം. ഞാൻ പോയിട്ട് വരട്ടെ അമ്മേ. നിൽക്ക്. ഞാനും നന്ദിനി ഇപ്പൊ ടൗണിലേക്ക് പോകുന്നുണ്ട് കാറില്. അപ്പൊ നിന്നെ സ്കൂളിൽ വിടാം. ഇവർക്ക് വല്ല സംശയം തോന്നുമോ? ഈ മാലതി ചേച്ചി എന്താ വരാൻ വൈകുന്നത്? ആ സ്വാമിനാഥൻ്റെ ഗുണ്ടകളെങ്ങാനും കണ്ട ആകെ പുലിവാലാവുമല്ലോ. ദൈവമേ, കാർത്തിക്കും മീനാക്ഷി ഇതെന്താ ഇവിടെ നടക്കാൻ പോകുന്നത്? ഞാനും മൈഥിലി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടെങ്ങാനും വന്നതാണോ? അതോ മൈഥിലി എങ്ങാനും അവർ കണ്ട അവർ ഞങ്ങളെ തിരയുകയാണെന്നാ തോന്നുന്നത്. ഇവിടെ നിന്ന് എങ്ങനെയാ ഒന്ന് മുങ്ങുക? അവളെ ഞാനിവിടെ കണ്ടതാ, ഉറപ്പ്. എനിക്ക് തെറ്റൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ACP അവള് കണ്ടു കാണും. കണ്ടപ്പോ ഉടനെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു കാണും. അല്ലെങ്കിൽ ഇവിടെ എവിടെയോ ഉണ്ട്. വാ, അങ്ങോട്ട് പോ. ദൈവമേ, ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പ് തരണേ. കാർത്തിക് എന്നെ കാണാൻ ഒരിക്കലും ഇവിടെ വരുത്തല്ലേ. ദൈവമേ, ഇവിടെ വച്ചിരുന്ന കാശ് എവിടെ പോയി? ഈശ്വര,
ശ്ശേ. ഞാൻ ഇവിടെ തന്നെയാണല്ലോ കാശ് വെച്ചത്. ഇത് കാണുന്നില്ലല്ലോ. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ അമ്മേ, PTA മീറ്റിംഗിന് സമയമായി. ശരി. അയ്യോ അമ്മേ, അമ്മേ. പണി പാളിന്നാ തോന്നുന്നത്. അമ്മേ, മുറിയിൽ അലമാരയിൽ വെച്ചിരുന്ന ആ 1 ലക്ഷം രൂപ കാണാനില്ല. എന്താ രൂപ കാണാനില്ലെന്നോ? ഏതായാലും അതിന് നിശ്ചയിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിലേ ഇത് എന്റെ പടതിക്ക് വന്നേനെ. ഏത് പെരുന്നാൾ വന്നാലും നാൽക്കാലിക്കാണല്ലോ കിടക്കപ്പുറതി ഇല്ലാത്തത്. മാലതി, പെട്ടു എന്നാ തോന്നുന്നത്. വെറുതെ സംശയിക്കും. മാലതി, എന്താ അമ്മേ? എങ്ങോട്ടാ? PTA മീറ്റിംഗിന്റെ സമയം കഴിയും. PTA ഒക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നന്ദിനിയുടെ മുറിയിലിരുന്ന 1 ലക്ഷം രൂപ കാണാനില്ല. സാരികൾക്കുള്ള അഡ്വാൻസ് കിട്ടിയതാ. രൂപ കാണാത്തന്നെ ഞാനെന്ത് വേണം? ഏതായാലും ഞാൻ സേഫ് സോണില. അല്ല, കാശ് നിങ്ങൾ എവിടെ വെച്ചിരുന്നേ? അലമാരയില്. പിന്നെ കാശ് എവിടെ പോയി? അതാ ഞാനും ചോദിക്കുന്നേ. ഇവിടെ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. നമ്മൾ അറിയാത്ത കാശ് എവിടെ പോവും? അതെ, ഞങ്ങളെ കൂട്ടണ്ട കേട്ടോ. ഞങ്ങള് വേറെ പഞ്ചായത്താണേ. ദേ, ഇതാണ് അതിര്. അതിരൊക്കെ അവിടെ നിക്കട്ടെ. ഒരു കയറ് വലിച്ചു കെട്ടിയാ അത് അതിരും അതിലും ഒന്നും ആവില്ല. ആർക്കും ഇപ്പുറത്തേക്ക് വരാം. അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? ഈ കാശ് ആരെടുത്തു അറിയണമല്ലോ. കാശ നന്ദിനി ആയിരിക്കും എടുത്തത്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ കഴുത്തിലേക്ക് അത് കെട്ടിവെക്കാൻ നോക്കുക. നന്ദിനി കാശൊന്നും മോഷ്ടിക്കില്ല. അത് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ആരുടെയും കാശ് മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നും നന്ദിനിക്കില്ല. ഇതേ ഒരു ഒത്തുകളിയാ. നന്ദിനി ഏട്ടത്തി കാശ് എടുത്ത് കാണും. അമ്മ ഇവരെ വെള്ളപൂശ നോക്കുക. എനിക്ക് സംശയം ഇവളെ. പക്ഷെ നേര് പറയണമെങ്കിൽ കുറെ പാടുപെടണം. അതിന് ബുദ്ധി ഉപയോഗിച്ചാലേ പറ്റൂ. കാശ് പോയതിലല്ല ഇവിടെ പ്രശ്നം. അതാരും കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ കാണും. പക്ഷേ ആ പണം ഇവിടെ ഉണ്ടെന്നറിഞ്ഞ ആ നിമിഷം പോലീസ് നമ്മളെ പൊക്കും. അതെന്തിനാ പോലീസ് പിടിക്കുന്നത്? ആ സാരിയുടെ ഓർഡർ തന്ന മന്ദാകിനി ടെക്സ്റ്റൈൽസിന്റെ മാനേജർ അല്പം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. അവർക്കൊരബദ്ധം പറ്റിയതാണെന്നും അവര് തന്ന നോട്ടുകൾ മുഴുവൻ കള്ളനോട്ടാണെന്നും ആ നോട്ടുകൾ തിരികെ വാങ്ങിയിട്ട് നല്ല നോട്ടുകൾ തരാമെന്നും. അയ്യോ, അതുകൊണ്ടാ ഞാൻ നന്ദിനിയോട് രൂപ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്. ഇതിപ്പോ പുലിവാലായല്ലോ ദൈവമേ. പോലീസ് എങ്ങാനും വിവരം അറിഞ്ഞാ.
എന്റെ ACP അവളെങ്ങും ഇവിടെ വരില്ല. ഏത് നേരവും അവളെ പിടികൂടണം കൊല്ലണം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ACPക്ക് കാണുന്നവരെല്ലാം മൈഥിലിയായിട്ടേ തോന്നും.